A+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകൾ വഴി നമ്മൾ ഒടുക്കേണ്ട 2 നികുതികളുണ്ട്. ഒന്ന് ഒറ്റത്തവണ നികുതി, അതായത് അതിന് ബിൽഡിംഗ് ടാക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ തദ്ദേശ സ്ഥാപനം ഈടാക്കുന്ന ഈ കെട്ടിട നികുതിയെ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത്. വില്ലേജ് ഓഫീസുകൾ മുഖേന റവന്യൂ വകുപ്പ് ഈടാക്കുന്ന നികുതിയെ ആണ് നമ്മൾ ബിൽഡിംഗ് ടാക്സ് അഥവാ ഒറ്റത്തവണ നികുതി എന്ന് പറയുന്നത്. അത് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. മറ്റൊന്ന് ആഡംബര നികുതിയാണ്. അത് എല്ലാ കെട്ടിടങ്ങളും ആഡംബര നികുതിയുടെ പരിധിയിൽ വരാത്തത് കൊണ്ടാണ് അതിന് വ്യാപകമായ ഒരു സന്ദേശം ഇല്ലാത്തത്. പക്ഷേ ഇത് രണ്ടും ഈടാക്കുന്നത് വില്ലേജ് ഓഫീസുകൾ മുഖേനയാണ്. പക്ഷേ ഇപ്പോൾ വില്ലേജ് ഓഫീസുകൾ ഈ ഒറ്റത്തവണ നികുതി കണക്കാക്കുന്നത് പല തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല തരത്തിൽ ഈ നികുതി ഈടാക്കുന്നു. യഥാർത്ഥത്തിൽ അതിന് ഒരു ഏകീകൃത മാനദണ്ഡം പുതിയ ബിൽഡിംഗ് റൂൾസ് വന്നതിന് ശേഷം അതിൽ വന്നിട്ടുണ്ട്. ആ പുതിയ ഭേദഗതിയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, LST വകുപ്പുകളിലെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ തയ്യാറാക്കപ്പെടുന്ന കംപ്ലീഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്ലിന്ത് ഏരിയ കണക്കാക്കി ഒറ്റത്തവണ നികുതി കണക്കാക്കി ഈടാക്കണം. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ വണ്ടിയെടുത്ത് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ പോയി ആ കെട്ടിടങ്ങൾ അളന്നു നോക്കി അതിന് നികുതി നിശ്ചയിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇത് വളരെ അധികം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമം പറയുന്നത് അല്ല പാലിക്കപ്പെടുന്നത് എന്ന് ചുരുക്കം. ചില സ്ഥലങ്ങളിൽ നിയമം പാലിക്കുന്നതനുസരിച്ച് പറയുന്നതനുസരിച്ച് പാലിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പഴയപടി തുടരുന്നു എന്നുള്ളതാണ്. അതായത് വില്ലേജ് ഓഫീസിൽ നിന്നും പോയി വീട് അളന്നു നോക്കി അവർ അളവ് തിട്ടപ്പെടുത്തി നികുതി നിശ്ചയിക്കേണ്ടതില്ല. ഒരു വീടിന് ഒരു അളവുണ്ട്. ആ അളവ് ഏതാണ്? അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് LST സ്ഥാപനങ്ങളാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. അവിടെ വീട് വെക്കുമ്പോൾ പെർമിറ്റ് കൊടുക്കുന്നു. ആ പെർമിറ്റും അപ്രൂവ്ഡ് പ്ലാനിലും ആ വീടിൻ്റെ പ്ലിന്ത് ഏരിയ അഥവാ തറ വിസ്തീർണം വ്യക്തമായും എഴുതിയിട്ടുണ്ട്. ആകെ തറ വിസ്തീർണം. ഇതാണ് അടിസ്ഥാനപരമായി ഇപ്പോൾ വീടുകൾക്ക് നികുതി നിശ്ചയിക്കുന്നതിനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഈടാക്കുന്ന നികുതി നിശ്ചയിക്കുന്നതിനും അതുപോലെ താലൂക്ക് നിർണ്ണയിക്കുന്ന കെട്ടിട നികുതിക്കും താലൂക്ക് നിർണ്ണയിക്കുന്ന ആഡംബര നികുതിക്കും വിധേയമാക്കേണ്ടത്. ഈ മാനദണ്ഡമാണ്. ഒറ്റ വിസ്തീർണമേ ഉള്ളൂ. അതിന് പലരും പോയി അളന്നു നോക്കേണ്ട ഒരു കാര്യവുമില്ല. വില്ലേജ് ഓഫീസിൽ നിന്നും ആളുകൾ വരുന്നത് ഒരു തരത്തിലും നിയമവിധേയമല്ല. അവർ ഇത് വന്ന് അളന്നു നോക്കേണ്ട കാര്യം ഇല്ല. കംപ്ലീഷൻ പ്ലാൻ നോക്കി ചെയ്താൽ മതി. ഇപ്പോൾ ചില വില്ലേജ് ഓഫീസർ അത് തന്നെ ചെയ്യുന്നു. അവരിൽ ചില ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ഇതുണ്ട്, പിന്നെ ബുക്കുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയയായിട്ട് ബന്ധപ്പെട്ട് അവസാനം വരെ കാര്യങ്ങൾ ചെയ്യുന്ന പ്ലിന്ത് ഏരിയ ബിൽഡിങ്ങിൻ്റെ ഇതുണ്ട്. അത് അസസ്മെൻറ്റ് രജിസ്റ്റർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിച്ചിട്ടുള്ളൊരു അസസ്മെൻറ്റ് രജിസ്റ്ററുണ്ട്. അവർ ടാക്സ് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഓരോ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള രേഖയാണ് ഈ അസസ്മെൻറ്റ് രജിസ്റ്റർ. ആ രജിസ്റ്ററിനകത്ത് പ്ലിന്ത് ഏരിയ എത്രയെന്ന് വ്യക്തമായി എഴുതും. ഓരോ ഫ്ലോറിൻ്റെതും എഴുതും. അങ്ങനെ അത് നോക്കിയിട്ട് ഇവർക്ക് അതനുസരിച്ചിട്ട് ഈ വീട്ടിൽ കെട്ടിട നികുതി അല്ലെങ്കിൽ ഒറ്റത്തവണ നികുതി നിശ്ചയിച്ച് നോട്ടീസ് കൊടുക്കാം എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ എന്താണ്, ഈ കെട്ടിട നമ്പർ വേണമെങ്കിൽ ഈ ഒറ്റത്തവണ കെട്ടിട നികുതിയും കൂടെ അടച്ചിട്ട് വരാൻ പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾ പറഞ്ഞ് അടപ്പിച്ച് കൊണ്ടുവരുന്നത് ചില സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതും ഒരു ആവശ്യവും ഇല്ലാത്തതാണ്. ഇത് അവർ വില്ലേജ് ഓഫീസിൽ തന്നെ അവർ കളക്ട് ചെയ്തു കൊള്ളും. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഒറ്റത്തവണ കെട്ടിട നികുതിയും കൂടെ എവർ ഈടാക്കി കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. അത് അതാത് വകുപ്പിൻ്റെ ചുമതല കൂടിയാണ്. ഇപ്പോൾ ശരിക്കും ഈ വില്ലേജ് ഓഫീസർമാർക്കെല്ലാം ഈ നിയമം ഭേദഗതിയിൽ കൂടെ ഇക്കാര്യം പറഞ്ഞിട്ടും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന തിരക്കിലാണ് തഹസിൽദാർമാരും ജില്ലാ കളക്ടറും ഒക്കെ ഇപ്പോൾ തുനിയുന്നത്. അതായത് ഓരോ 10 വീടിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 10 വീടിൻ്റെ ഈ ഒറ്റത്തവണ കെട്ടിട നികുതി പിരിച്ചു കൊടുക്കണം. 15 കെട്ടിടങ്ങളുടെ ഒരു മാസം അല്ലെങ്കിൽ 20 കെട്ടിടങ്ങളുടെ ഒരു മാസത്തിനകത്ത് അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. LST സ്ഥാപനങ്ങളുടെ സാകേതം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ അപ്ലോഡ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസർക്ക് ലഭ്യമാക്കുന്ന ഒരു സംവിധാനം കൂടി വന്നാൽ ഇതിനകത്തുണ്ടാകുന്ന ഈ തരത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. അത് സർക്കാർ തന്നെ ചെയ്യേണ്ട കാര്യം ആണ്.
അതല്ലാതെ ഇതിനകത്ത് ഓരോ വില്ലേജ് ഓഫീസർക്ക് ഓരോ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ഒറ്റത്തവണ കെട്ടിട നികുതിയുടെ പിന്നാലെ ഓടേണ്ട കാര്യമില്ല. അവർ പ്രത്യേകിച്ച് അളവെടുക്കാനോ മറ്റൊന്നിനും പോകേണ്ടതില്ല. ഈ അളവെടുക്കാൻ പോകുമ്പോൾ എന്താണ്, ചില സ്ഥലങ്ങളിൽ നിന്നുള്ള കിട്ടുന്ന റിപ്പോർട്ടുകൾ മോശപ്പെട്ട റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. കാരണം വില്ലേജ് ഓഫീസർമാർ അളവെടുക്കാൻ പോകുന്നത് അവർക്ക് വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഊഹിച്ചോളണം, ഞാനത് ഓപ്പണായിട്ട് പലതും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, വീടിന് ആര് അളവെടുക്കാൻ വന്നാലും അവർക്ക് നിശ്ചിത അളവിൽ ഒരു നിശ്ചിത തുക ആൾറെഡി പ്രിസ്ക്രൈബ്ഡ് ആണ്, ആൾറെഡി ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നിന്നും കൂടുതലോ കുറവോ വരുത്താനൊന്നും ഇവർക്ക് പറ്റുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ അതുകൊണ്ട് ഇവരെല്ലാം വരുമ്പോഴൊക്കെ ഓടി ഇവരെയൊന്നും കൈകാര്യം ചെയ്യാനൊന്നും നിങ്ങൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിയമപ്രകാരം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അത് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഈ പറയുന്നതിനോട് ചില ആളുകൾക്ക് എതിർപ്പുണ്ടാവും. അങ്ങനെയല്ല സാർ, ഇങ്ങനെയാണ് നടക്കുന്നത്. അതൊക്കെ എനിക്കും അറിയാം, യഥാർത്ഥത്തിൽ നടക്കുന്ന അങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെയൊക്കെ ആണെന്ന്. പക്ഷേ അതിന് നമ്മൾ തലവെച്ച് കൊടുക്കുകയോ വിധേയരാവുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരെ കുറിച്ചും അല്ല ഞാനിത് പറയുന്നത്. ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വേറെ ആളുകളുണ്ട്. മര്യാദയ്ക്ക് ജോലി ചെയ്ത് മര്യാദയ്ക്ക് ശമ്പളം വാങ്ങി മര്യാദയ്ക്ക് പോകുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. ഒരു ന്യൂനപക്ഷം അല്ലാത്തവരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്നും മനസ്സിലാക്കി ഇരിക്കുക. പ്ലിന്ത് ഏരിയയാണ് എല്ലാത്തിൻ്റെയും ബേസിസ്. അത് പുതിയ ബിൽഡിംഗ് റൂൾസിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. LSG സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന പ്ലിന്ത് ഏരിയ ആണ്. ആ പ്ലിന്ത് ഏരിയ അംഗീകൃതമാണ്. അത് പ്രകാരമുള്ള ബിൽഡിംഗ് ടാക്സേ പിരിക്കാവൂ. അതടിസ്ഥാനത്തിൽപ്പെട്ട് വരുന്നത് വിധേയമാകുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമേ ആഡംബര നികുതി ബാധകമാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ്: ഒറ്റത്തവണ നികുതിക്ക് അടിസ്ഥാനപ്പെടുത്തുന്നത് പ്ലിന്ത് ഏരിയ അസസ്മെൻ്റ് ആണ്. പ്ലിന്ത് ഏരിയ എത്രയാണോ ആ പ്ലിന്ത് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് മാത്രം വില്ലേജ് ഓഫീസുകൾ ഈ നികുതി, ഒറ്റത്തവണ നികുതി അഥവാ ഒറ്റത്തവണ ഈടാക്കുന്ന കെട്ടിട നികുതി ഈടാക്കിയാൽ മതി. അതുപോലെ പ്ലിന്ത് ഏരിയ വരുന്ന കെട്ടിടത്തിനും അത് ബാധകമാക്കിയാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ വില്ലേജ് ഓഫീസർ വീടുകൾ തോറും പോയി അളവെടുത്ത് അവരൊരു പ്ലിന്ത് ഏരിയ നിശ്ചയിച്ചിട്ട് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അങ്ങനെ 2 പ്ലിന്ത് ഏരിയ ശ്രദ്ധയിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം വിവരങ്ങൾ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.